ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഡിഷാണ് നമ്മുടെ അച്ചാർ. അതും നല്ല മത്തി ഉപയോഗിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ പൊടികളായിട്ട് ഉപയോഗിക്കേണ്ടത് കാശ്മീരി ചില്ലി, പിന്നെ അച്ചാർ പൗഡർ ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇത് ഉണ്ടാക്കിയ ആൾ ഞാനല്ല കേട്ടോ, എൻ്റെ അനിയത്തിയാണ്. ആളെ കാണിച്ചിരവേ. പിന്നെ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. അതാകുമ്പോൾ കുറച്ച് നാൾ കേടുകൂടാണ്ടിരിക്കാൻ നല്ലെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുക. പിന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും. അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ മത്തി നന്നായി കഴുകി 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റുക. പിന്നെ സെയിം എണ്ണയിൽ തന്നെ കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മളിടുന്നത് വെളുത്തുള്ളി. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോഴത്തേനും ഇഞ്ചി ഇടണം. ഇഞ്ചിയിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ പച്ചമുളക്, ഇതൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് നല്ലോണം മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് തിളച്ച് വന്നിട്ടാണ് നമ്മൾ വറുത്ത് വെച്ച് മത്തി ഇട്ട് കൊടുക്കുന്നത്. കറി വെക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലേ. എനിക്ക് അച്ചാറിടാൻ കുറച്ചും കൂടി എളുപ്പമാട്ടോ. പക്ഷേ കുറേ കാര്യങ്ങൾ വേണം. അതായത് കറീനേക്കാളും കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം. നമ്മുടെ ടേസ്റ്റി അച്ചാർ ഇത് ഇവിടെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ചാറുണ്ടാക്കിയ ആളെ കണ്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ ഷെഫ്. ഇവളാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയത്. അപ്പോൾ വെറുതെ പറയല്ല, നോൺ വെജ് അച്ചാറൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.